നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തിളക്കുന്ന വെള്ളത്തിലെ 2 തുളസിയില കൂടി ഇട്ടാ ചായക്ക് കിടു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ തേയില ഇടണ്ടേ? എന്റെ സീമേച്ചി, തേയിലിടാതെ ചായ ഉണ്ടാക്കാൻ പറ്റോ? ഓ ഗംഗേ, അവിടെ മാളു അമലും തമ്മിൽ വലിയ വഴക്ക് നടക്കുക. അമല് മാളുവിനേക്കാൾ വികൃതിയുള്ള കുട്ടിയാ. നീ അങ്ങോട്ട് ചെല്ല്. അല്ല, അപ്പൊ തുളസിയില ഇടണ്ടേ? ആ, ഞാൻ പോയി പറിച്ചോണ്ട് വരാം. ഗംഗേ, ഗംഗേ, നീ പെട്ടെന്ന് മാളുവിന്റെ മുറിയിലേക്ക് ചെല്ല്. അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവും. മാളു, നിങ്ങളുടെ വിവാഹം എന്നത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നെ? നല്ലൊരു നാളും സമയമൊക്കെ ഒത്തുവരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന നിങ്ങൾക്ക് രണ്ടാൾക്കും വയസ്സായി പോയില്ലേ? ഞങ്ങൾക്കൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്. നേരത്തെ അറിയിച്ചാൽ ഞങ്ങൾക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹ ചുമതലകൾ ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആരെങ്കിലും ഒന്ന് വരൂ. അയ്യോ, ഓടി വാ. എന്റെ മോള്, എന്റെ മോള്, എന്റെ മോള്. ഗംഗേ, 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 ഗംഗേ. അയ്യോ, അയ്യോ. ഇത് മാളുന്റെ ഭാവയാണല്ലോ. മാളിവിടെ എന്റെ കുഴപ്പമുണ്ടെന്ന് തോന്നല്ലോ. ഒന്ന് പോയി നോക്കാം. ശ്വാസം കിട്ടുന്നില്ല എന്റെ കുഞ്ഞിന്. എനിക്ക് മാളു ഈ പെട്ടിക്കകത്തുണ്ട്. അവളെ ഒന്ന് തുറന്നു വിട്. ആരെവിടുന്ന് പാവ എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞത്? ഞാനല്ല. ഇവിടെ ഉണ്ട്. മാളു ഇവിടെ. മാളു ഇവിടെ ഒളിച്ചിരിക്കുക. അയ്യോ, ഗംഗേ, മാളു ഈ പെട്ടിക്കകത്തുണ്ട്. ഈ പെട്ടി വേഗം തുറന്നില്ലെങ്കിൽ മാളുവിന്റെ ജീവൻ അപകടത്തിലാവും. ഗംഗേ, ഗംഗേ, അയ്യോ ഗംഗേ, മാളു, അയ്യോ. മാവേലിക്കര എവിടെയാ സ്ഥലം? പ്രോപ്പർ മാവേലിക്കരയല്ല, കായംകുളം കഴിഞ്ഞ വഴിക്ക്.
താങ്ക് യു. സൂക്ഷിച്ച്. ആ, ശ്ശേ. ഉശ്ശോ. എന്താ നീ കാണിച്ചത്? അതിഥികൾക്ക് ചായ കൊടുക്കുന്നത് ഇങ്ങനെയാണോ? ശ്ശേ. നീ എന്താ കാണിച്ചത് ഗംഗെ? കുടിക്കാനുള്ള ചായ ഡ്രസ്സിലാണോ ഒഴിക്കുന്നത്? ഞാൻ അറിയാതെ എന്തറിയില്ലെന്ന്? നിഹാരികയുടെ വസ്ത്രത്തിൽ ചായ ഒഴിച്ചതും പോരാ, നിന്ന് ന്യായീകരിക്കുന്നോ? അറിയാതെ ഒന്ന് തുളുമ്പിപ്പോയതാ. അറിയാതെ പറ്റിപ്പോയതല്ലേ, അവളോട് ക്ഷമിക്ക്. വേലക്കാരികളോട് ക്ഷമിച്ചാലേ പിന്നീട് അവര് തലേക്കേറി നിന്ന് ഇറങ്ങും. വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നത് അവളുടെ ഒരു നമസ്കാരം പറച്ചിലും കുഴഞ്ഞാട്ടവും. വേലക്കാരികളെ നിർത്തേണ്ടടുത്ത് നിർത്തണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്റെ വീട്ടിലെ 2 വേലക്കാരികളെ മാനേജ് ചെയ്യുന്നവളാ ഞാൻ. മതി, നിർത്ത. ഗംഗയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഇതൊക്കെ ആർക്കും എപ്പോഴും പറ്റാം. അതിനെങ്ങനെ ദേഷ്യപ്പെടുന്നതിനാ? എന്റെ ഡ്രസ്സിൽ ചായ ഒഴിച്ചതും പോരാ, ഞാൻ ദേഷ്യപ്പെട്ടതാണോ തെറ്റ്? നല്ല വിലയുള്ള സാരി ഇത്. ഇതില് ചായക്കറ പറ്റിയാലുള്ള വിഷമം എനിക്കേ മനസ്സിലാവൂ. നിങ്ങൾക്കൊക്കെ ഇവിടെ വേലക്കാരികൾ പറയുന്നതാണോ വലുത്? വേലക്കാരി വേലക്കാരി എന്താ? വീട്ടു ജോലിക്കാരും മനുഷ്യരല്ലേ? ഗംഗ ഇവിടുത്തെ വേലക്കാരി അല്ല. ഇവിടുത്തെ വേലക്കാരികളെല്ലാം ഈ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാ ഗംഗയെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ അച്ഛന്റെ കുടുംബത്തിലെ കാര്യസ്ഥന്റെ മകളാണ് ഗംഗ. കാര്യസ്ഥൻ മാത്രമായിരുന്നില്ല, അടുത്ത സുഹൃത്തുമായിരുന്നു ഞങ്ങളുടെയൊക്കെ അങ്കിൾ. നിഹാരിക്ക് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? മഹിയേട്ടാ, അന്തസ്സായി പെരുമാറുന്ന അതിഥികളെ വേണം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിക്കാൻ. മോനെ അത് മിണ്ടരുത്. ഓഹോ, അപ്പൊ ഞങ്ങൾ അന്തസ്സില്ലാത്തവരാണെന്നാണ് മാഹി പറയുന്നത്? വസ്ത്രധാരണത്തിലല്ല, പെരുമാറ്റത്തിലാണ് അന്തസ് കാണിക്കേണ്ടത്. ഇവിടെയുള്ളവരുടെ അന്തസ്സും ആതിഥേയത്വം ഒക്കെ ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. എന്താണ് നിങ്ങളുടെ കുടുംബ മഹത്വമൊന്നും പിടികിട്ടി? ദേ, ഞങ്ങളുടെ കുടുംബമഹത്വത്തെ കുറിച്ചൊന്നും നീ ഇവിടെ പ്രസംഗിക്കണ്ട. അപമാനിക്കാനാണോടി നീ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീട്ടിൽ നടന്നുവോ അത്രയും സമാധാനം ഈ വീട്ടിലുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.